അസ്സലാമു അലൈക്കും. ഖുർആൻ തെറ്റില്ലാതെ ഓതാൻ ആഗ്രഹിച്ച് ഒരുപാട് പേര് എൻക്വയറി ചെയ്തു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തിനാണ് ഖുർആൻ തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നത്? വെറുതെ ബൈ ഹാർട്ടാക്കാനാണോ? അതോ എക്സാംസ് എഴുതി പാസ്സാവാൻ വേണ്ടി മാത്രമാണോ? ഈ ഒരു വോയിസ് ഒന്ന് കേട്ട് നോക്കേ. ഇതാണ് പലരുടെയും അവസ്ഥ. 19 years ആണ്. ബട്ട് എനിക്ക് അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഖുറാന്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അന്നേ ഉള്ള തജ്വീദ് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയി എക്സാം എഴുതി എന്നല്ല സംഭവം. ഞാൻ 10th വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു എക്സാം എഴുതി അങ്ങനത്തെ ഒരു രീതിയിലെ തജ്വീദിനെ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പം എനിക്കൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആക്കി ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ വചനമായ ഖുർആൻ ശരിയായ ഉച്ചാരണത്തോടെ നിയമങ്ങളെല്ലാം പാലിച്ച് ഓതാൻ വേണ്ടിയാണ് നമ്മൾ തജ്വീദ് പഠിക്കുന്നത്. നമ്മൾ നിയമങ്ങൾ മനസ്സിലാക്കാതെ ഉച്ചാരണമൊന്നും കറക്റ്റ് ആവാതെ ഓതുകയാണെങ്കിൽ അർത്ഥങ്ങൾ തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ തിയറിയേക്കാളും പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളൊരു തിയറി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യാതെ ഇത് നമ്മൾ ഓത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വെറുതെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം നയിക്കാനും അള്ളാഹുമായി കൂടുതൽ അടുക്കാനും നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ ഖുർആൻ തന്നെ ഓതുന്നത്. പക്ഷേ ഇന്ന് പലരും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ബിസിനസ് അവരുടെ ജോലികളൊക്കെ തിരക്കിലാണ്. ഒരു അരമണിക്കൂർ പോലും അവർക്ക് മാറ്റിവെക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥയാണ് അവർക്ക്. മരണം ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് പോലും ഇന്ന് അധികം പേർക്കും ആഖിറത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒരു പേടിയുമില്ല. ഖുർആൻ പഠനം, ഇസ്ലാമിക അറിവുകൾ അല്ലെങ്കിൽ തഫ്സീർ പഠനം ഇതിൽ നിന്നൊക്കെ നമ്മൾ ബാക്ക്വേർഡ് ആയാൽ നമ്മൾ ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലും ബാക്ക്വേർഡ് ആവും. ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാം ഈ ലോകജീവിതം താൽക്കാലികമാണെന്നും യഥാർത്ഥ വിജയം ആഖിറത്താണെന്നും. ഈ ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള യാത്ര മാത്രമാണ്. സൂറത്തുൽ ഹദീദിൽ കാണാം ഐഹിക ജീവിതം ഒരു കളിയും വിനോദവും അലങ്കാരവും പരസ്പരം അഭിമാന പ്രകടനവും സമ്പത്തിലും മക്കളിലും വർധനവ് വേണ്ടിയുള്ള ഒരു മത്സരം മാത്രമാണ്. അതൊരു മഴയുടെ ഉപമ പോലെയാണ്. അതിലൂടെ വളർന്ന വിള കർഷകരെ അത്ഭുതപ്പെടുന്നു. പിന്നീടത് ഉണങ്ങി മഞ്ഞ നിറമാകുന്നു. തുടർന്നത് ചിതറി പൊടിഞ്ഞു പുല്ലായി മാറുന്നു.